നമ്മുടെ ശരീരത്തെ എത്രമേൽ ശ്രദ്ധയോടെയും വൃത്തിയോടെയും നാം പരിപാലിക്കുന്നുവോ, അതല്ലെങ്കിൽ സംരക്ഷിക്കുന്നുവോ, സമാനമായ രീതിയിൽ ചുറ്റുപാടുകളെ, പ്രകൃതിയെ കാത്തു സൂക്ഷിക്കൽ ഓരോരുത്തരുടെയും മേലിൽ അനിവാര്യമാണ്. മഹാനായ ഗാന്ധി ചെറിയ വാചകങ്ങളിലൂടെ ഈ പ്രകൃതി നമുക്ക് നൽകുന്ന സ്നേഹത്തെ സംബന്ധിച്ച്, കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം, there is enough on this earth for everyone's need. ഈ ഭൂമിയുടെ മുകളിൽ എല്ലാവർക്കും ആവശ്യമായതുണ്ട്, but no for no one's greed. ഒരാളുടെയും ആർത്തിയെ പൂർത്തീകരിക്കുവാനുള്ളതില്ല എന്നുള്ളതാണ്. ആവശ്യമായത് മുഴുവൻ നമുക്ക് ഈ ഭൂമി നൽകണമെങ്കിൽ ആ ഭൂമിയോട്, പ്രകൃതിയോട്, ചുറ്റുപാടുകളോട് സ്നേഹവും ആദരവും ഇഷ്ടവും കാണിച്ച് ജീവിതത്തിന്റെ ഭാഗമായി ഈ പരിസ്ഥിതിയെ കൊണ്ടു നടക്കുവാൻ നമുക്ക് സാധ്യമാകണം. മനുഷ്യന്റെ സഹജമായ ഭാവം പ്രകൃതി നിയമങ്ങളെ ലംഘിക്കുക എന്നുള്ളതാണ്. ആദം നബി അലൈഹിസ്സലാം എന്ന ആദ്യത്തെ മനുഷ്യനെ, മനുഷ്യകുലത്തെ സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ച ആ രംഗം ഖുർആനിൽ പല ഭാഗങ്ങളിലായി പറയുന്നു. സൂറത്തുൽ ബഖറയിൽ وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً എന്നാണ് ആ സന്ദർഭത്തെ അള്ളാഹു വർണ്ണിക്കുന്നത്. ഈ ഭൂമിയുടെ പരിപാലകന്മാരായി അള്ളാഹുവിന്റെ ദൗത്യം ഏറ്റെടുക്കുന്ന മനുഷ്യകുലത്തെ സൃഷ്ടിക്കാൻ വേണ്ടി നാം തീരുമാനിക്കുന്നു, നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന കാര്യം അള്ളാഹു തന്റെ വിശിഷ്ടനായ മാലാഖമാരോട് പറഞ്ഞ സന്ദർഭത്തിൽ അള്ളാഹു മനുഷ്യരെ സംബന്ധിച്ച്, അവരുടെ സ്വഭാവങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ മലക്കുകൾക്ക് അറിവ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചു ചോദിക്കുകയാണ്, ഖാലൂ അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ. ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന മനുഷ്യകുലത്തെ എന്തിനാണ് പടച്ചവനെ നീ സൃഷ്ടിക്കുന്നത്? മനുഷ്യന്റെ വേറെയും വിശേഷണങ്ങൾ പറയുന്നുണ്ട്. രക്തം ചിന്തുന്ന ആളുകളെ, മനുഷ്യരെ എന്തിനാണ് അല്ലാഹുവേ നീ സൃഷ്ടിക്കുന്നത് എന്ന്. ഇതിന്റെ വ്യാഖ്യാനം മനുഷ്യന്റെ പൊതുവിലുള്ള അവന്റെ ബുദ്ധിയും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് പ്രകൃതിയോട് യോജിച്ചു പോകുന്നതിനു പകരം മൃഗങ്ങളെക്കാൾ അധപ്പതിക്കുന്ന രീതിയിൽ ഈ പ്രകൃതിയെ മലിനമാക്കാനും നാശമാക്കുവാനും ഈ പ്രകൃതിയുടെ സമ്പത്ത് നശിപ്പിക്കുവാനും ഒക്കെ മനുഷ്യന് സ്വാഭാവികമായ താല്പര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. കരയിലും കടലിലും കുഴപ്പങ്ങൾ, ഫസാദ് വ്യാപകമായിരിക്കുന്നു. എങ്ങനെയാണത് വ്യാപകമായത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എന്താണ് നമ്മളുടെ നാടുകളിൽ മലിനീകരണങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണം? നമ്മൾ കേൾക്കുന്ന മാത്രയിൽ നമുക്ക് വലിയ പേടി തോന്നുന്ന ഭീകരമായ രോഗങ്ങൾ എന്താണ് വ്യാപകമാകാനുള്ള കാരണം? മനുഷ്യന്റെ ചിന്തകളിൽ വലിയ ഭയം അങ്കുരിപ്പിക്കുന്ന തീവ്രമായ രോഗവ്യാപനങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടായി എന്ന് കേട്ടാൽ കാതങ്ങൾക്കപ്പുറത്തുള്ള നമുക്ക് പോലും ഭയമാകുന്ന രീതിയിൽ എന്താണ് അതിന്റെ വ്യാപനത്തിന്റെ കാരണം? അള്ളാഹു തന്നെ പറയാണ്, അത് മനുഷ്യരുടെ ചെയ്തികൾ കാരണത്താൽ ഉണ്ടാകുന്നതാണ്. അതിന്റെ കാരണക്കാര് മനുഷ്യർ തന്നെയാണ്. എന്താണ്? കടലിൽ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു ഇടമാണ് കടല്. നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ ഊർജം നൽകുന്ന ഒരിടമാണ് കടല്. ആ കടല് മലിനമായി, ആ കടലിലെ ആവാസ വ്യവസ്ഥകൾ താറുമാറായി, അതിന്റെ പ്രയാസങ്ങളും ഭവിഷ്യത്തുകളും മനുഷ്യരാകമാനം അനുഭവിക്കാനുള്ള കാരണം എന്താണ്? സ്വാർത്ഥതയോടെ ഈ പ്രകൃതിയെ, പരിസ്ഥിതിയെ
മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്നിടത്താണ് അതിന്റെയൊക്കെ നാശത്തിന്റെ പ്രാരംഭം, ഉത്ഭവം ഉണ്ടാകുന്നത്. ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇന്ന് പ്രകൃതി കാണാൻ വേണ്ടി യാത്ര ചെയ്യുന്നവരാണ്. ഞാനതിനെ നിഷേധിക്കുകയല്ല. പ്രകൃതിയെ കാണാനും ഇതിന്റെ സൗന്ദര്യം അനുഭവിക്കാനും ആസ്വദിക്കാനും ദൂരേക്ക് എവിടേക്കെങ്കിലും പോകണം. മൂന്നാറിൽ പോകണം, അതല്ലെങ്കിൽ ദൂരെയുള്ള മലനിരകളിൽ ആ മലനിരകളുടെ പ്രകൃതിയെ തന്നെ ഒരുപക്ഷെ നിയമവിരുദ്ധമായോ വിധേയമായോ നിർമ്മിച്ചിരിക്കുന്ന റിസോർട്ടുകളിൽ പോയി താമസിക്കണം. അവിടെയാണ് പരിസ്ഥിതി ഉള്ളത്, അല്ലെങ്കിൽ അവിടെയാണ് പ്രകൃതി ഉള്ളത് എന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ നമുക്ക് മനുഷ്യർക്ക്, പ്രത്യേകിച്ച് വിശ്വാസികൾക്ക്, അവരുടെ ചുറ്റുപാടുകളെ മുഴുവൻ ജീവിതത്തിന്റെ ഭാഗമായി ചേർത്ത് നിർത്തുന്ന പരിസ്ഥിതിയായി, പ്രകൃതിയായി അള്ളാഹുവിന്റെ ദീൻ അവനെ പരിചയപ്പെടുത്തുന്നു. നമ്മുടെ ആരാധനകൾ മുഴുവൻ പ്രകൃതി ദത്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പരിസ്ഥിതിയോട് ചേർന്നതാണ്. പരിസ്ഥിതിയിൽ നമ്മളുടെ ചുറ്റുപാടുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വെള്ളം, വായു, ഭൂമി നമ്മളുടെ ആരാധനകളുടെ എത്ര ശക്തമായ ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്കിത് നൽകുന്നത്. നമ്മൾ വുളൂ ചെയ്യുന്ന ആ വെള്ളം എങ്ങനെയുള്ള വെള്ളമാകണം, അതിന്റെ വൃത്തി, അതിന്റെ ശുദ്ധി, ഇതൊരു മുഅ്മിനായ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്താണ്? ആ വുളൂ എടുക്കുന്ന വെള്ളം മാത്രം ശുദ്ധിയായിട്ട് നീ നടന്നാൽ മതി എന്നുള്ളതാണ്. പരിശുദ്ധ റസൂൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ നിസ്കരിക്കാൻ നമുക്ക് പറ്റും എന്ന് സൂചിപ്പിച്ച നബിയുടെ തന്നെ പ്രത്യേകത ഓർമ്മപ്പെടുത്തുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്നതാണ്. ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വഴിയരികിൽ പണിയെടുക്കുന്ന ആളാണ്. ഞാൻ എവിടെ നിസ്കരിക്കും? ഞാൻ എങ്ങനെ 5 നേരത്തെ നിസ്കാരങ്ങളിൽ, ഇവിടെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഞാൻ എങ്ങനെയാ നിസ്കാരം നിർവഹിക്കും? അതിനുള്ള ഒരു മറുപടി കൂടിയാണ്. നിനക്ക് ആ പ്രകൃതിയെ നിസ്കാരത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. എന്താ കാര്യം? ഈ ഭൂമിയാകമാനം മസ്ജിദായി അള്ളാഹു എനിക്ക് സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു. ഭൂമിയിൽ എവിടെ അതിന്റെ വൃത്തിയും ശുദ്ധിയും പരിഗണിച്ച് പള്ളിയിലേക്ക് വരാനുള്ള സൗകര്യമില്ല, ഷോപ്പിന്റെ ഒരു ഭാഗത്ത് നിനക്കത് നിർവഹിക്കാമെന്നല്ലേ? ഭൂമിയിൽ എവിടെയെങ്കിലും അതിന്റെ വൃത്തി പരിഗണിച്ചാൽ നിനക്കത് നിർവഹിക്കാമെന്നല്ലേ? എല്ലായിടവും ശുദ്ധമാണ്, ശുദ്ധ പ്രകൃതിയാണ്. ആ ഭൂമിയോട് ചേർത്തിയിട്ടാണ് ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത മുഹൂർത്തം സൃഷ്ടിക്കുന്നത്. സുജൂദ് അല്ലാഹുവിന് വേണ്ടി അല്ലാതെ വേറെ ഒരാൾക്കും അത് ചെയ്യാൻ പാടില്ല. ആ നെറ്റിത്തടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അനുയായികളുടെയും കാലഘട്ടത്തിൽ ആ സുജൂദ് ചെയ്യുമ്പോൾ അവരുടെ നെറ്റിത്തടത്തിൽ മണൽ പതിയുമായിരുന്നു, മണ്ണ് ചേരുമായിരുന്നു. സുജൂദിന്റെ അതിന്റെ സ്വഹീഹാകാൻ, ആ സുജൂദ് ശരിയാകാൻ, അതിലൂടെ നിസ്കാരം ശരിയാകാൻ ഉള്ള ബാധ്യത തന്നെ എന്താണ്? ഈ നെറ്റിയുടെ ഭാഗം ഭൂമിയോട് ചേരണം. എവിടെയാണോ സുജൂദ് ചെയ്യുന്നത് അവിടെ ചേരണം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ അതിന്റെ തുടക്കം മുതലുള്ള പാരായണത്തിൽ ഈ ചുറ്റുപാടുകളെ, നമ്മളുടെ പ്രകൃതിയെ, നമ്മളുടെ പരിസരങ്ങളെ ഈമാനിലൂടെ നമ്മെ കൊണ്ടുപോവുകയാണ്. ഈമാനും ഇസ്ലാമും ദീനും എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ മനസ്സിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഏതാനും ചില കാര്യങ്ങളിൽ പരിമിതപ്പെടുന്ന ഒന്നായിട്ടല്ല അള്ളാന്റെ ദീന് പഠിപ്പിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിന്റെ പേരെന്താണ്? പശു എന്നാണ്. 8 എന്നുള്ള പേരില്, ഈത്തപ്പന എന്നുള്ള പേരില്, ആന എന്നുള്ള പേരില്, ഉറുമ്പ് എന്ന പേരില്, ഇതാണ് പരിശുദ്ധമായ ഖുർആൻ മനുഷ്യ സമൂഹത്തെ പ്രകൃതിയിലൂടെ, പരിസ്ഥിതിയിലൂടെ കൊണ്ടുപോകുന്നതിന്റെ അടയാളങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. അതിനെ നശിപ്പിക്കുക, അതിനെ വൃത്തികേടാക്കുക, അതിനെ മലിനമാക്കുക, അതിനെ ചൂഷണം ചെയ്യുക. പ്രകൃതിയെയും പരിസരത്തെയും ചൂഷണം ചെയ്യുക എന്നുള്ള ആ വാക്കുപോലും ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യമല്ലാതായി മാറിയിരിക്കുന്നു. ചൂഷണം എന്ന് പറഞ്ഞാൽ അതിലൊരു അപകടമുണ്ട്. അതിന്റെ അർത്ഥത്തിൽ തന്നെ ഒരു അപകടത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. തൊഴിലാളികളെ ചൂഷണം ചെയ്യുക,
സ്ത്രീകളെ ചൂഷണം ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ചൂഷണം ചെയ്യുക. പക്ഷെ പ്രകൃതിയെ ചൂഷണം ചെയ്യാന്നുള്ളത് അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്, അത് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് ആധുനിക സമൂഹം കടന്നു പോകുന്നത്. ഇതിനെക്കുറിച്ച് പഠനം നടത്തുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യവും ദീന് പറയുന്ന ഒരു കാര്യവും വലിയ അടുപ്പമുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്. ദീന് പറയുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹുവിന്റെ കഠോരമായ ശിക്ഷകൾ ലോകത്ത് അള്ളാഹു അത് അയച്ച് ഈ സമൂഹത്തെ നശിപ്പിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇവിടെ സുജൂദ് ചെയ്യുന്ന ആളുകളുണ്ട്, റുകൂഅ് ചെയ്യുന്ന ആളുകളുണ്ട്, കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന സ്ത്രീജനങ്ങളുണ്ട്, പാവപ്പെട്ട തൊഴിലാളികളുണ്ട്, ഇങ്ങനെ കുറെ ദരിദ്രന്മാർ, സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ ഈ ലോകത്ത് നിലനിൽക്കുന്നത് കാരണത്താൽ അള്ളാഹു തമ്പുരാൻ കഠോരമായ ശിക്ഷയിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ ഭൂരിപക്ഷം ചെയ്യുന്ന തിന്മകൾ കാരണത്താൽ അള്ളാഹുവിന്റെ ശിക്ഷ വേഗത്തിൽ വന്നേനെ എന്നതുപോലെ തന്നെയാണ് ഈ പ്രകൃതിയുടെ നിലനിൽപ്പും എന്ന് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ തോന്നും. കാരണം വികസനത്തിന് വേണ്ടി, ചില ആളുകളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, താല്പര്യങ്ങൾക്ക് വേണ്ടി, സൗകര്യമുള്ള ആളുകളുടെ സൗകര്യങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മലകളെ നശിപ്പിക്കുമ്പോൾ, മരങ്ങളെ വെട്ടിയില്ലാതെയാക്കുമ്പോൾ, ഈ ഭൂമിയിലാകമാനമുള്ള വിഭവങ്ങളെ കേവലം ചില ആളുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കുമ്പോൾ ഭൂമിയെ, അതിലൂടെ പ്രകൃതി പൂർണ്ണമായിട്ടും നശിക്കും. പക്ഷെ നശിക്കാത്തത് എന്താ? ഇവിടെ കുറെ ദരിദ്രന്മാരുണ്ട്, ഇവിടെ കുറെ പാവപ്പെട്ട ആളുകളുണ്ട്, പ്രകൃതിയെ നശിപ്പിക്കാത്ത ആളുകളുണ്ട്, മത്സ്യബന്ധനം നടത്തുന്ന ആളുകളുണ്ട്, ചെറിയ കുടിലുകളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ പറയുന്നതിന് മുമ്പ് ഖുർആനിന്റെ ആ അകക്കാമ്പിൽ അല്ലാഹു തആല കാടിന്റെ സൗന്ദര്യം പറയുന്നു. കാടെങ്ങനെയാണ്, മലകൾ എങ്ങനെയാണ്, മഴ എങ്ങനെയാണ്, എന്താണ് ഈ ഭൂമിയുടെ പ്രത്യേകത? വെള്ളിയാഴ്ചകളിൽ ഓതുന്നത് പോലും നിങ്ങൾ ഈ പരിസ്ഥിതിയിലേക്ക് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ പരിസ്ഥിതി എന്ന വാക്ക് തന്നെ 5 or 6 പതിറ്റാണ്ട് മുമ്പാണ് അത്രേ മനുഷ്യർക്കിടയിൽ വ്യാപകമായത് എന്നുള്ളതാണ്. പരിസ്ഥിതിയെ സംരക്ഷിക്കുക, നശിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അതിനെ സംരക്ഷിക്കണം. അത് അനിവാര്യമായതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാം. സത്യത്തിൽ അതിന്റെ വാക്ക് പോലും പ്രകൃതിയാണ്. ആ പ്രകൃതിയെ രക്ഷിക്കുക എന്നുള്ളതിനപ്പുറം ആ പ്രകൃതിയെ പരിപാലിക്കുക എന്നുള്ളതാണ്. പ്രകൃതിയെ പരിപാലിക്കുക, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. പരിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ്, കാടിനെ കുറിച്ച്, മരങ്ങളെ കുറിച്ച്, വൽ അർള വളഅഹാ ലിൽ അനാം ഫീഹാ ഫാകിഹത്തും വൻ നഖ്ലു ദാതുൽ അക്മാം വൽ ഹബ്ബു ദുൽ അസ്ഫി വർ റൈഹാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഈ ഭൂമി അല്ലാഹു മനുഷ്യർക്ക് വേണ്ടിയാണ് പടച്ചിട്ടുള്ളത്. ആ ഭൂമിയിൽ പഴങ്ങളും കൂമ്പാളകളോടുകൂടിയ ഈത്തപ്പഴങ്ങളുമുണ്ട്. വൽ ഹബ്ബു ദുൽ അസ്ഫി, വൈക്കോലുകളോടുകൂടിയ ധാന്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. വർ റൈഹാൻ, സുഗന്ധച്ചെടികൾ, മരുന്നിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന, ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ചെടികൾ ഈ ഭൂമിയിൽ അല്ലാഹു തആല പടച്ചിട്ടുണ്ട്. ഇതൊക്കെ വർണ്ണിക്കുകയാണെങ്കിൽ, വിശദീകരിക്കുകയാണെങ്കിൽ എത്ര ഹൃദ്യമായിട്ടാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അല്ലാഹു പ്രകൃതിയിലെ ഓരോ അണുവിനെയും, ഓരോ ധാതുവിനെയും, ഓരോ ഉൽപ്പന്നത്തെയും നമ്മുടെ മുമ്പിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി അള്ളാഹുവിന്റെ വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ്, വലാ തംശി ഫിൽ അർളി മറഹാ, ഈ ഭൂമിയിൽ ഒരിക്കലും നീ അഹങ്കാരിയായി നടക്കാൻ പാടില്ല. അതിന്റെ ആവശ്യത്തിനല്ലേ, അതിനു വേണ്ടിയിട്ട് ആ മലയെ തകർക്കാം, അതിനു വേണ്ടിയിട്ട് നിയമങ്ങളെ കാറ്റിൽ പറത്താം, അതിനു വേണ്ടി എനിക്ക് എന്തും ചെയ്യാം. ഇത് ആരോടാ പറയുന്നത്? മനുഷ്യകുലത്തോടാ പറയണത്. ഇത് നിർബന്ധമായിട്ട് ഓരോ മനുഷ്യനും ബാധ്യതയായി ഏറ്റെടുക്കണം എന്നുള്ളതിനപ്പുറം ഈ ഭൂമിയുടെ പരിപാലനവും പ്രകൃതിയുടെ പരിപാലനവും സംരക്ഷണവും മുഅ്മിനീങ്ങളായ നമ്മളുടെ മേൽ നിർബന്ധമാണെന്നുള്ള ചിന്തയോടെ ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇന്നകലം തഖ്രിഖൽ അർള, മനുഷ്യ നീ ഇനി എത്രയും
എത്രയും ശക്തമായിട്ട് നീ ചവിട്ടി നടന്നാലും നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്കിവിടെ എന്തും ചെയ്യാം, ഏത് തരത്തിലുള്ള മാലിന്യങ്ങളും എനിക്കിവിടെ പരത്താം, എന്റെ താല്പര്യം, എന്റെ ഇഷ്ടം. നീ അങ്ങനെ അഹങ്കാരിയാവണ്ട, ഈ ഭൂമിയെ പിളർത്താൻ നിനക്ക് കഴിയില്ല. വീണ്ടും പറയാണ് വലം തബ്ലുഗൽ ജിബാല തൂല, നീ വലിയ ആളാണ്, ഞാനിവിടെ വലിയ ആളാണ് എന്നുള്ള ധാരണയോടെ നീ നിന്റെ ചുറ്റുപാടുകളെ മുഴുവൻ നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കുകയാണെങ്കിൽ മനുഷ്യ നീ അടങ്ങിയിരുന്നോ, പർവ്വതങ്ങളുടെ ഉയരം പ്രാപിക്കാൻ നിനക്കൊരിക്കലും കഴിയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. മലിനീകരണമാണ് പരിസ്ഥിതി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന്. എവിടെയാണ് മലിനീകരണം ഉണ്ടാകുന്നത്? ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പൊതു തത്വം പോലെ പറഞ്ഞ ഒരു കാര്യം, നമ്മളുടെ വീടുകളിൽ, നമ്മളുടെ പരിസരങ്ങളിൽ നമ്മളത് മുറുകെ പിടിച്ചാൽ അത് തന്നെയാണ് ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി. ലാ ളററ വലാ ളിറാറ. ഹദീസാണ്. ലാ ളററ, ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. എന്ന് പറഞ്ഞാല് നമ്മൾ എന്റെ വീടിന്റെ സുരക്ഷിതത്വത്തിന്, സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സംഗതി ഒരുപക്ഷെ ഞാൻ മനഃപൂർവമായിട്ടല്ല മറ്റൊരാൾക്ക് ദ്രോഹമുണ്ടാക്കാൻ വിചാരിക്കുന്നത്. അങ്ങനെയും നിന്റെ ഭാഗത്ത് നിന്നൊരു ബുദ്ധിമുട്ട് നീ അറിയാതെയാണെങ്കിലും മനഃപൂർവമല്ലാതെയാണെങ്കിലും അങ്ങനെ ഒരു സ്ഥിതി നിന്റെ ജീവിതത്തിൽ നിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാനേ പാടില്ല. ലാ ളററ, അങ്ങനെ നീ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഞാൻ എന്റെ പറമ്പിലാണല്ലോ ഈ മാലിന്യം ഒന്നായിട്ട് ഇട്ടിരിക്കുന്നത്, എന്റെ കോമ്പൗണ്ട് അല്ലേ അത്. നീ അങ്ങനെ കരുതാൻ പാടില്ല. മറ്റുള്ളവർക്ക് അതിന്റെ ദുർഗന്ധം, മറ്റുള്ളവർക്ക് അതിന്റെ മാലിന്യം, പ്രയാസങ്ങൾ നീ അറിയാതെയാണെങ്കിലും ഉണ്ടാകുന്ന ഒരു സ്ഥിതി നിന്നിൽ ഉണ്ടാകാൻ പാടില്ല. വലാ ളിറാറ, മനഃപൂർവമായിട്ട് അങ്ങനെ ഒന്ന് നിന്റെ ജീവിതത്തിൽ. ഇത് ഹദീസാണ്, നമ്മൾ ചിന്തിക്കണം. നമ്മള് ഇന്നത്തെ കാലഘട്ടത്തിൽ നിരവധി നിയമങ്ങളാണ്. എന്തിന്? മാലിന്യ നിർമ്മാർജ്ജനത്തിന് നിയമങ്ങളാണ്, മലിനീകരണത്തിനെതിരായിട്ടുള്ള നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ പാലിക്കൽ മുഅ്മിനീങ്ങളായ നമ്മളുടെ മേലിൽ നിർബന്ധമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താ മലിനമാകുന്നത്? എന്താ വായു മലിനമാകുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഉള്ള ശ്വാസവും ഉള്ള ഓക്സിജൻ വെച്ച് അങ്ങ് പോകാൻ കഴിഞ്ഞേക്കും. പക്ഷേ നമ്മൾ കാരണത്താൽ ഈ വായു മലിനമായാൽ, അന്തരീക്ഷ മലിനീകരണത്തിന്റെ പ്രധാന സംഗതികളിൽ ഒന്നെന്താണ്? വാഹനങ്ങളാണ്. ഞാനും വന്നത് വാഹനത്തിലാണ്, നിങ്ങൾ പലരും വന്നത് വാഹനത്തിലാണ്. പക്ഷെ ആ വാഹനങ്ങൾ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുമോ? അപ്പൊ ആ വാഹനത്തിലൂടെ ഉണ്ടാകുന്ന പൊല്യൂഷൻ, അത് കൃത്യമായിട്ട് മുഅ്മിനീങ്ങളായ നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ലാ ളററ വലാ ളിറാറ. ഞാൻ ലോറി, വലിയ വാഹനം ഓടിക്കുന്ന ആളാണ്, ബസ് ഓടിക്കുന്ന ആളാണ്. അത് പുറന്തള്ളുന്ന ആ പുക, അത് പ്രകൃതിക്ക് ചിലപ്പോ നിയമത്തിലൂടെയോ അതല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുന്ന ആളുകളിലൂടെയോ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. ഞാനിപ്പോ അത് പൊതുവായിട്ട് ഇനിയിപ്പോ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പൊതുവിൽ പറയപ്പെടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും അത് പാലിക്കുന്നതിൽ പ്രയാസമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതിന് പരമാവധി പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നാ പറയുന്നത്. പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുക, സ്വകാര്യമായ വാഹനങ്ങൾ അത് കുറക്കുക. അതൊന്നിപ്പോ എത്രമേൽ പ്രായോഗികമാകുന്ന അറിയില്ല. പക്ഷേ നമ്മളത് ഈമാനിന്റെയും നമ്മളുടെ നന്മകളുടെയും ഭാഗമായിട്ട് സൂക്ഷിക്കേണ്ട സംഗതികളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. വായു നമ്മിലൂടെ മലിനമാക്കാൻ പാടില്ല. പ്ലാസ്റ്റിക് ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് നമ്മൾ കച്ചവടം നടത്തുന്നവരാണ്, പ്ലാസ്റ്റിക് ഉൽപാദനം നടത്തുന്ന ആളുകളാണ്. പ്ലാസ്റ്റിക് ആർക്കെങ്കിലും, നമുക്കിപ്പോ അടുത്ത കാലത്തൊന്നും പ്ലാസ്റ്റിക് ഇല്ലാത്ത ഒരു ലൈഫ് എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട ഉപയോഗം കൂടുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട പഠനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ പിന്നെ എന്താ അതിന് മാർഗം? പ്ലാസ്റ്റിക് ഭൂമിയിൽ ഉപേക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ വെള്ളം കുടിക്കുന്നു, ബോട്ടിൽ വാങ്ങുന്നു, നമ്മൾക്കിപ്പോ യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലാത്ത സമയത്തോ നമ്മൾ വിൽക്കുന്നു, വാങ്ങുന്നു, ഉപയോഗിക്കുന്നു. ആർക്കെങ്കിലും അത് ഒഴിവാക്കാൻ കഴിയുമോ? നമ്മളുടെ കവറുകൾ, നമ്മളുടെ ഓരോ ഉൽപ്പന്നങ്ങളും പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടതാണ്. എത്ര നിയമങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്.
പ്ലാസ്റ്റിക് കരിക്കാതിരിക്കുന്നതിന്, പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുന്നതിന്, പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കുന്നതിന് ഒക്കെ നിയമങ്ങളുണ്ട്. നമ്മുടെയൊക്കെ നാടുകളില് എന്താ അതിന് പറയാ, ഈ ഹരിത കർമ്മസേന എന്ന് പറഞ്ഞൊരു വിഭാഗം, ഹരിത കർമ്മസേന. അപ്പൊ അവരിങ്ങനെ വീടുകളിലൂടെ വരും, എന്നിട്ട് അവര് അത് ശേഖരിക്കും, അത് റീസൈക്കിൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യും. അപ്പൊ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇത്തരം കാര്യങ്ങളെ നന്നായി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ അമലുകളുടെ ഭാഗമാണ്, കർമ്മങ്ങളുടെ ഭാഗമാണ്, നമ്മളുടെ സൽക്കർമ്മങ്ങളുടെ ഭാഗമാണത്. ഉപയോഗിക്കാതിരിക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞോളുന്നില്ല. അപ്പൊ നമ്മൾ ചോദിക്കൂ, എന്താണ് ഇപ്പൊ ഞാൻ ഒന്നല്ലേ ഉള്ളൂ, ഞാൻ ഒരു തവണയല്ലേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. അത് ഭൂമിയിലേക്ക് പോയാല് എത്ര കാലം വേണമെങ്കിലും ഭൂമിയിൽ അത് നശിക്കാതെ കിടക്കുകയും അതിലൂടെ ഭൂമിയുടെ ആവാസ വ്യവസ്ഥ കേടുവരികയും ചെയ്യുന്നല്ലേ ശാസ്ത്രം നമ്മോട് പറയുന്നത്. ഒരു ബോട്ടിൽ വലിച്ചെറിഞ്ഞാൽ, ഒരു കവർ വലിച്ചെറിഞ്ഞാല്, അപ്പൊ അത് വളരെ ഗൗരവമാണ്. ലാ ലററ വലാ ളിറാറ, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ആ കാര്യം നമ്മളുടെ ശ്രദ്ധയിൽ കൃത്യമായിട്ടുണ്ടാകണം. വെള്ളം എങ്ങനെയാ അത് മലിനമാകുന്നത്? അത് മലിനമായാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? എത്ര രോഗങ്ങളാണ് നമ്മളുടെ നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ രോഗങ്ങളുടെയും പിറകിൽ അതിന്റെ കാരണം എന്താ? മഞ്ഞപ്പിത്തം വളരെ വർദ്ധിക്കാനുള്ള കാരണം എന്താ? മനുഷ്യന്മാര് മരണപ്പെടുന്നതിന്റെ പിന്നിൽ അതിന്റെ കാരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ പങ്കുവഹിക്കുന്ന ജീവികളാണ് കൊതുകുകൾ എന്നാ പറയുന്നത്. എങ്ങനെയാ കൊതുകുകൾ വർദ്ധിക്കുന്നത്? കൊതുകുകൾ എങ്ങനെ ഉണ്ടാവുന്നു? മലിനജലത്തിലൂടെ, വെള്ളം മലിനമാകുന്നതിലൂടെ. ആരാണ് വെള്ളത്തെ മലിനമാക്കുന്നത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു തആല ഖുർആനിൽ അവൻ വർഷിപ്പിക്കുന്ന വെള്ളം രുചികരമായ വെള്ളമാണെന്നാ പറയുന്നത്, മാഅൻ അദ്ബ് എന്നാ പറയുന്നത്. ആകാശ ലോകത്ത് നിന്ന് അല്ലാഹു തആല വർഷിപ്പിക്കുന്ന മഴവെള്ളം, അന്നാ സബബ്നൽ മാഅ സബ്ബ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. നിങ്ങൾക്ക് സുഖകരമായ ജീവിതത്തിനാണ്, നിങ്ങളുടെ മൃഗങ്ങൾക്കും സുഖകരമായ ജീവിതത്തിനാണ് ഈ വെള്ളവും അതിലൂടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളും നമ്മൾ നൽകുന്നത് എന്ന് പറയുന്നു. പിന്നെ നമ്മൾ ആ വെള്ളം മലിനമാക്കാൻ നമുക്ക് എന്താ അവകാശം? അപ്പൊ ഈ സംസാരം കേൾക്കുന്ന നമ്മളാരും അതിൽ മനഃപൂർവ്വം ചെയ്യുന്ന ആളുകളായിരിക്കില്ല. പക്ഷെ ശ്രദ്ധിക്കണം, ഇപ്പൊ നിയമപരമായിട്ട് തന്നെ ഒരാളുടെ വീട്ടിലുള്ള സെപ്റ്റിക് മാലിന്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കുഴിയും കിണറും തമ്മിൽ എത്ര ദൂരം വേണമെന്ന് നിയമവും നിബന്ധനയുണ്ട്. അത് പാലിക്കാൻ തയ്യാറാകാതിരുന്നാലോ, പുഴകളിലേക്ക്, തോടുകളിലേക്ക്, വെള്ളം ഒലിക്കുന്ന ഇടങ്ങളിലേക്ക് നമ്മളുടെ വീടുകളിലുള്ള മാലിന്യങ്ങൾ നമ്മൾ അത് ഒഴിവാക്കാൻ തയ്യാറായാലോ, അതിലൂടെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് നമുക്ക് തൽക്കാലം സേഫായിരിക്കും. പക്ഷേ അത് ഏറ്റവും വലിയ അപകടമാണ് എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ശാപം കിട്ടുന്ന ഏറ്റവും ക്രൂരമായ ഒരു കൃത്യം കൂടിയാണത്. വീട്ടിലുള്ള മാലിന്യങ്ങളെ, ഏത് തരത്തിലുള്ള മാലിന്യങ്ങളാണെങ്കിലും അതിനൊക്കെയുള്ള, ഇപ്പൊ നമ്മളൊക്കെ പൊതുവിൽ ഇങ്ങനെ ഒരു ടൗണിൽ അല്ലെങ്കിൽ നമ്മളുടെ വ്യവസായ കച്ചവട സംരംഭങ്ങളിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ എന്റെ സുരക്ഷിതത്വം, എന്റെ കച്ചവടത്തിന്റെ സുരക്ഷിതത്വം, ഞാൻ ആരെയും ആക്ഷേപിച്ചു പറയല്ല, നമ്മളാരും ഇത് ചെയ്യുന്ന ആളുകളല്ല, സൂക്ഷിക്കാൻ വേണ്ടി പറയണം. നമ്മൾ നിസ്കരിക്കുന്നവരാണല്ലോ, നമ്മൾ ജുമാക്ക് വേണ്ടി വന്നവരാണല്ലോ, ശ്രദ്ധാപൂർവം നമ്മൾ കൈകാര്യം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ദീനിന്റെ പ്രധാനപ്പെട്ട നിയമങ്ങളും വ്യവസ്ഥകളുമാണ്. നമ്മളുടെ ഉത്തരവാദിത്തം ഈ പരിസരങ്ങൾ വൃത്തിയാക്കുക, ശുദ്ധമാക്കുക, അതിനെ ഏറ്റവും കമനീയമായ രീതിയിൽ അലങ്കരിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ഉത്തരവാദിത്തം. ഇത് നശിപ്പിക്കുക എന്നുള്ളതല്ല, ഇതിനെ ഏറ്റവും ഭംഗിയാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വെള്ളത്തെ മലിനമാക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. കടലുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യ കൂമ്പാരങ്ങൾ എത്ര അപകടകരമാണ്. അതിലൂടെ സംഭവിക്കുന്ന കാര്യം എന്താണ്? കടലിലെ വെള്ളം മാത്രമല്ല, കടലിലൂടെ ലഭ്യമാകുന്ന മത്സ്യങ്ങൾ, വിഷാംശങ്ങൾ ചേർന്ന ഈ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളായി മാറിയാൽ അതിന്റെ അപകടം അടുത്ത തലമുറക്കല്ലേ. നമ്മൾ ചിന്തിക്കണം.
ഈ ഒഴുകുന്ന വെള്ളത്തില് മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല എന്ന് ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിക്കുന്ന മര്യാദയാണ്. നമ്മളാരും ഇപ്പോൾ ചെയ്യില്ല, കാരണം എല്ലാ വീടുകളിലും ടോയ്ലറ്റുകൾ, എല്ലാ സംവിധാനങ്ങളിലും അതുണ്ട്. പക്ഷെ സംഭവിക്കുന്ന കാര്യം എന്താണ്? മാലിന്യങ്ങൾ ഒഴുക്കാനുള്ള ഒരിടമായിട്ട് പുഴകൾ മാറിയാലോ, കുളങ്ങൾ മാറിയാലോ. കുളങ്ങളിലും പുഴകളിലും ഒക്കെ കഴിയുന്ന മത്സ്യങ്ങളെ സംബന്ധിച്ച് പറയാറുള്ളത് തന്നെ ശുദ്ധജല മത്സ്യങ്ങൾ എന്നുള്ളതാണ്. ആ മത്സ്യങ്ങളെ ശുദ്ധാക്കാതിരുന്നാൽ, ആ ജലം നമ്മൾ വൃത്തികേടാക്കാൻ തീരുമാനിച്ചാൽ അത് വലിയ അപകടമാണ്. നമ്മളുടെ മനസ്സുകൾ അതിനെതിരായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് വരണം. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളുടെ വീടുകളുടെ പരിസരങ്ങൾ നമ്മളുടെ പുതിയ തലമുറക്ക് കൃത്യമായ രീതിയിൽ പഠിപ്പിക്കുന്ന ഇടങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധ്യമായാൽ, ഇനി അവരുടെ ഒരു പ്രായം അവർ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ അവരും പ്രകൃതിയോട് ചേർന്ന് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗമായിട്ട് അവർ വളർന്നു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു കാലത്ത് നമ്മളുടെ ഇടയിലുള്ള വളർന്നു വരുന്ന, അപ്പൊ നമ്മളുടെയൊക്കെ തന്നെ സഹോദരിമാര് അവർ അവരുടെ കൂട്ടുകാരികളിൽ നിന്ന് സ്കൂൾ വിട്ടു വരുമ്പോ ഒരു ചെടിയുമായിട്ടാ വരും. അവര് പരസ്പരം കൈമാറ്റം ചെയ്യുക, കടം വാങ്ങുക, അല്ലെങ്കിൽ വായ്പ വാങ്ങുക, പരസ്പരം സമ്മാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. എന്താണ്? ചെടികളാണ്. എന്നിട്ട് അവര് തന്നെയാണത് നടുന്നത്. അവര് തന്നെയാണ് ആ പൂക്കളും ആ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന സസ്യങ്ങളൊക്കെ നട്ട് വളർത്തുന്നത്. അതിലൂടെ നമ്മളുടെ ഉമ്മമാർക്ക്, നമ്മളുടെ സഹോദരിമാർക്ക് ഈ ചുറ്റുപാടുകളോടുള്ള വലിയ ഒരു അടുപ്പം അറിയാതെ തന്നെ അവരുടെ ഹൃദയങ്ങളിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിരുന്നു. നമ്മളൊക്കെ ചിന്തിച്ചാൽ മതി, ഇന്ന് കുട്ടികൾക്ക് നനക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ടോ? ചെടിയൊക്കെ മിക്കവാറും ആളുകളുടെ വീടിന്റെ മുമ്പിൽ ഉണ്ടാവും, നല്ല ചെടിച്ചട്ടികളിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് നനക്കാന്, അത് നടാന്, അതിന്റെ വളർച്ചയിൽ പങ്കുവഹിക്കാന് നമ്മൾ അതിലേക്ക് തിരിച്ചു വരേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഖർസൻ ഇല്ലാ കാന ലഹു സദഖ. ഒരാൾ ഒരു ചെടി നട്ടാല്, ഒരു മരം നട്ടാല്, അതിലൂടെ അല്ലാഹു തആല അവനൊരു ദാനത്തിന്റെ പ്രതിഫലം നൽകുന്നു എന്ന് മാത്രമല്ല, അതിൽ ഒരു പൂമ്പാറ്റ ആ ചെടിയിൽ വന്നിരുന്നാല്, വീടിന്റെ മുമ്പിലുള്ള റോസാപ്പൂവിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പൂവില് ഒരു ചെറിയ തേനീച്ച വന്നിട്ട് അതിൽ നിന്ന് തേൻ നുകർന്നാൽ അല്ലാഹു അവന് അതിലൂടെ ഒരു ദാനത്തിന്റെ കൂലി കൊടുക്കും. അവൻ വളർത്തിയ ആ മാവിൽ നിന്നൊരു മാമ്പഴം ഒരണ്ണാറക്കണ്ണൻ കടിച്ച് അത് കഴിച്ചാൽ അവൻ അറിയാതെ അവന്റെ നന്മയുടെ ആ ഒരു മീസാനിൽ അല്ലാഹു തആല ഒരു നന്മയെ അല്ലാഹു തആല അവന് ദാനമായിട്ട് നൽകും. അല്ലാഹു അത് രേഖപ്പെടുത്തും. ഇതാണ് മുഅ്മിനീങ്ങളായ നമ്മൾ ഈ ചുറ്റുപാടുകളോട് ചേർത്ത് ചിന്തിക്കേണ്ട കാര്യം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അവിടുന്ന് പറയാണ്, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു ഉത്തമനാണ്. യുഹിബ്ബു ത്വയ്യിബ, അവൻ ഉദാത്തമായത് നല്ലത് മാത്രമേ അല്ലാഹു തആല ഇഷ്ടപ്പെടുള്ളൂ. നദീഫുൻ, അല്ലാഹു നല്ല വൃത്തിയുള്ളവനാണ്. യുഹിബ്ബുൻ നദാഫ, അല്ലാഹു തആല വൃത്തിയെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവനാണ്. കരീമുൻ, അല്ലാഹു മാന്യനാണ്. യുഹിബ്ബുൽ കറമ, അല്ലാഹു മാന്യത ഇഷ്ടപ്പെടുന്ന ആളാണ്. ജവാദുൻ, അല്ലാഹു അത്യുദാരനാണ്. അല്ലാഹു തമ്പുരാൻ ഈ ഔദാര്യം വല്ലാതെ ഇഷ്ടപ്പെടുന്നയാളാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞ ആ ഒരു ഉപദേശം ഇന്നത്തെ ഈ ഒരു സന്ദേശത്തിന്റെ പ്രസക്തമായ ഒന്നായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. ഫനദ്ദിഫു അഫ്നിയതകും, മുറ്റടിച്ചു വാരുക എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ മുറ്റം നമ്മളുടെ വീടിന്റെ അകവും പുറവുമാണ്. മനസ്സിൽ മാലിന്യം ഉണ്ടെങ്കിൽ പുറത്തും മാലിന്യം ഉണ്ടാവും. നമ്മൾ ആ മാലിന്യം നീക്കാൻ തയ്യാറായാൽ നമ്മളുടെ പരിസരങ്ങൾ ഹൃദ്യമാകും, നമ്മളുടെ ചുറ്റുപാടുകൾ സുഗന്ധപൂരിതമാകും. അതുകൊണ്ട് അത് ദീനിന്റെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ വലിയ ആഹ്വാനമാണെന്ന ചിന്തയോടെ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാന്, ഈ പ്രകൃതിയെ സ്നേഹിക്കാന് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, ഞങ്ങളുടെ മനസ്സുകളെ നീ വൃത്തിയാക്കണേ.